സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ അജ്മൽ ദിറാർ നൽകും അജ്മൽ ദിറാർ നൽകും തിരുവനന്തപുരത്ത് നിന്നൊപ്പം കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോന് ചേരും. ആദ്യം അജ്മലിലേക്ക്. അജ്മൽ, മഴ പൊതുവെ കുറയുമെന്നായിരുന്നു കഴിഞ്ഞ നാളുകളിൽ വന്ന ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ. ഇപ്പോൾ വീണ്ടും മഴ സജീവമാകുകയാണോ ഈ ആഴ്ച? ഗോകുൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മഴ ദുർബലമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവചനം നേരത്തെ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ കാലവർഷമൊക്കെ അതിന്റെ ദുർബലാവസ്ഥയിലേക്ക് കടക്കുകയും സംസ്ഥാനത്ത് പൊതുവിൽ കുറച്ച് ചൂട് വർദ്ധിക്കുകയും ചെയ്യുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത 5 ദിവസത്തേക്ക് ഒരു മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇന്ന് മുതൽ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത 3 മണിക്കൂർ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വ്യാപകമായ മഴയ്ക്കും 40 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് അല്പം മുമ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എറണാകുളം, തൃശൂർ, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ നിലവിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. ഈ ജില്ലകളിൽ ഇടിമിന്നലിന് കൂടി സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും പൂർണ്ണമായും മത്സ്യബന്ധനം ഈ ദിവസങ്ങളിൽ നിരോധിച്ചിട്ടുണ്ടെന്നും അവിടെ മോശം കാലാവസ്ഥയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നുണ്ട്. അമൃത, ഗോകുൽ. ശരി, തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ കൂടി ചേരുന്നുണ്ട്. അജി, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് മലബാർ ജില്ലകളിൽ മഴ കനക്കുമോ? ഗുഡ് മോർണിംഗ് അമൃത, ഗൂഗിൾ. ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് മലബാറിന്റെ പല ജില്ലകളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഫറൂഖ് മേഖല, ബേപ്പൂർ മേഖല അടക്കമുള്ള മേഖലകളിൽ മഴ പെയ്യുന്നുണ്ട്. നേരത്തെ അജ്മൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റും ഒപ്പം തന്നെ മഴയ്ക്കൊപ്പമുണ്ട്. ഇടിമിന്നലോ മറ്റു നാശനഷ്ടങ്ങളോ ഒന്നും തന്നെയും കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തില്ല. അതേസമയം കണ്ണൂരിൽ ഇന്നലെ ഇടിമിന്നലേറ്റ ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ണൂർ ചെറുപുഴയിൽ രാത്രിയിലും കണ്ണൂരിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ വലിയ തരത്തിലുള്ള മഴ അവിടെയും പെയ്തിരുന്നു. കോഴിക്കോടും സമാനമായ അവസ്ഥയാണുള്ളത്. കോഴിക്കോടിന്റെ കിഴക്കൻ മേഖലകളിലും ഇന്നലെ രാത്രിയിൽ ചെറിയ തോതിൽ മഴ ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ കോഴിക്കോടിന്റെ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമാണ് മഴ പെയ്യുന്നത്. അമൃത, ഗൂഗിൾ. കോഴിക്കോട് രാവിലെ മഴയുണ്ടെന്ന് തോന്നുന്നു. സുഖമായിട്ട് ഒരു മഴയുടെ തണുപ്പൊക്കെ അനുഭവിച്ചവിടെ നിൽക്കുകയാണ് അജി കുഞ്ഞുമോൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.